അതേസമയം കേരള നിയമസഭയിൽ ശക്തമായ സ്വാധീനമാകാൻ ബിജെപിക്ക് കഴിയുമോ എന്നതുകൂടി നാളത്തെ ആകാംക്ഷയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിൽ കേരളത്തിൽ വീണ്ടും താമരകൾ വിരിയുമെന്ന് ഉറപ്പിക്കുകയാണ് എൻഡിഎ ക്യാമ്പ്. 20% മുകളിലേക്ക് വോട്ട് ഷെയർ ഉയർത്താനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ, മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ആദ്യഘട്ട വോട്ടഭ്യർത്ഥന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെ താരപ്രചാരകർ കൂട്ടത്തോടെ എത്തിയ പ്രചാരണം. ഒടുവിൽ എക്സിറ്റ് പോളിൽ 3 മുതൽ 14 സീറ്റുകൾ വരെ പ്രതീക്ഷ. സന്തോഷത്തിലാണ് എൻഡിഎ ക്യാമ്പ്. നിയമവും കഴക്കൂട്ടവും ബൂത്ത് തല വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉറപ്പിക്കുന്നു. ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് കഴക്കൂട്ടത്തെ എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വിധി എഴുതാൻ തയ്യാറെടുക്കുന്നു എന്നായിരുന്നു. പോളിംഗിന് ശേഷവും ഞങ്ങൾക്ക് അതേ ഒരു വിലയിരുത്തലാണ് ബിജെപിയുടെ പാർട്ടി ഘടകങ്ങൾ നടത്തിയിട്ടുള്ളത്. ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പാലക്കാട്, മഞ്ചേശ്വരം, ആറന്മുള, ചാത്തന്നൂർ, തൃശൂർ, തിരുവനന്തപുരം ഇങ്ങനെ വിജയ സാധ്യതയുള്ള സീറ്റുകൾ ഒപ്പം നിന്നുവെന്നും വിലയിരുത്തൽ. ആറന്മുളയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 24-നോട്. ഓരോ ദിവസം ചെല്ലുന്തോറും ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ ഈ കിട്ടിയ ഇടവേളയിലാണ് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള അവലോകനങ്ങൾ നടന്നത്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് കിട്ടിയ വലിയൊരു ബോധ്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നുള്ളതാണ്. ഭരണവിരുദ്ധ തരംഗമുണ്ടായതിൽ നായർ, ഈഴവ വോട്ടുകൾ ബിജെപിയിലേക്ക് വന്നുവെന്ന് കണക്കുകൂട്ടുന്നു. എന്നാൽ മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ സാമുദായിക വോട്ടുകൾ നേടാനുള്ള ശ്രമം പ്രതീക്ഷിച്ച വിജയം കണ്ടില്ലെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.